അങ്ങനെ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. എന്തായിരുന്നു ആ ഇക്വേഷൻ? വി ഡി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ ഹോൾ ഡിവൈഡ് ബൈ എം ഇൻറ്റു ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ ഒരു വെക്റ്ററായി പരിഗണിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു വെക്റ്റർ നൊട്ടേഷൻ ഇട്ട് കൊടുക്കാം. ആ സമയത്ത് ഇലക്ട്രിക് ഫീൽഡിനും നിങ്ങൾ വെക്റ്റർ നൊട്ടേഷൻ ഇട്ട് കൊടുക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ അവിടെ ഒരു നെഗറ്റീവ് സൈനും ഇൻക്ലൂഡ് ചെയ്യണം. അതിൻ്റെ മീനിങ് ഇതാണ്: ഇലക്ട്രിക് ഫീൽഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആക്ട് ചെയ്യുക. ഏത് രീതിയിലായിരിക്കും നമുക്ക് ഒരു ഇലക്ട്രോണിൻ്റെ പാത്ത് വരയ്ക്കാൻ സാധിക്കുക? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇലക്ട്രോൺ എങ്ങനെയാണ് പോയത്, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇലക്ട്രോണുകൾ എങ്ങനെയായിരിക്കും പോവുക? ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഒരു പിക്ചർ വഴി, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി എങ്ങനെ മനസ്സിലാക്കാം നോക്കാം. ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ്. ഈ സോളിഡ് ലൈൻ നിങ്ങൾക്ക് കാണാം. സോളിഡ് ലൈനും വരച്ചിട്ടുണ്ട്, ഡോട്ടഡ് ലൈനും വരച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇലക്ട്രോണുകൾ ചെറിയൊരു സ്പേസിൽ മാത്രം, അതായത് വളരെ കുറച്ച് ദൂരം മാത്രമേ ഒറ്റ സ്ട്രെയിറ്റ് ലൈനിൽ പോകുള്ളൂ. കൊളീഷന് ശേഷം അതിൻ്റെ ഡയറക്ഷൻ മാറും, അത് വീണ്ടും മറ്റൊരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് ചേഞ്ച് ചെയ്യും. അതായത് ഇവിടെ നിന്നാണ് ഇലക്ട്രോൺ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ദൂരം അവൻ സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകും, പിന്നെ അവിടെ ഒരു ഇലക്ട്രോണുമായിട്ട് കൊളൈഡ് ചെയ്യും. അതിൻ്റെ ആ ഡയറക്ഷൻ മാറും. സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് എങ്കിൽ കൂടി ഡയറക്ഷൻ മാറും, നേരെ താഴേക്കായിരിക്കും വരിക. ഇവിടെ ഒരുപക്ഷെ രണ്ടാമത്തെ ഇലക്ട്രോണുമായിട്ട് കൂട്ടിയിടിക്കും. ഇവിടെ ആദ്യത്തെ ഇലക്ട്രോണുമായി കൂട്ടിയിടിച്ചു, ഇവിടെ രണ്ടാമത്തെ ഇലക്ട്രോണുമായിട്ട് കൂട്ടിയിടിക്കുമായിരിക്കും. അതിൻ്റെ ഡയറക്ഷൻ മാറും, പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. ഇവിടെ വന്ന് വീണ്ടും മറ്റൊരു ഇലക്ട്രോണുമായി കൂട്ടിയിടിക്കുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യവും അതിൻ്റെ ഡയറക്ഷൻ മാറുന്നു. രണ്ട് സക്സസീവ് കൊളീഷൻ്റെ ഇടയിലുള്ള പാത്ത് സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. ഈ സോളിഡ് ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്തപ്പോഴുള്ള പാത്താണ്. സിക്സാഗ് മോഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇലക്ട്രോണിൻ്റെ പാത്ത് വരച്ചിരിക്കുന്നത്. ഇനി ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താലോ? ഞാനിവിടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എൻ്റെ ലെഫ്റ്റിൽ നിന്ന്. ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്, ഈ ഡയറക്ഷനിലേക്കാണ് ഞാൻ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡയറക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഇലക്ട്രോണുകൾ, ഇവിടെ ഒരു ഇലക്ട്രോൺ എടുത്തിട്ടുള്ളൂ, ഈ ഇലക്ട്രോൺ എങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്യും? നേരെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യും. അത് ശരിക്കും എക്സാക്റ്റ് ഒരു കർവ്ഡ് മോഷനല്ല, നിരങ്ങി നീങ്ങുകയാണ്. ഡ്രിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് അർത്ഥം, നിരങ്ങുക, ഡ്രിഫ്റ്റ് ചെയ്യുക. ഇലക്ട്രോണുകൾ ഡ്രിഫ്റ്റ് ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റായി ഇലക്ട്രോണുകൾ ഡ്രിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ റൈറ്റിലേക്കാണെങ്കിൽ, എൻ്റെ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ഇലക്ട്രോണുകൾ നേരെ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടും, നിരക്കപ്പെടും. നോക്കാം, ഇവിടെ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇനീഷ്യൽ പൊസിഷൻ ഞാൻ മാറ്റിയിട്ടില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഒരല്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നിരങ്ങി നീങ്ങും. ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഡയറക്ഷൻ ചേഞ്ച് ആയിട്ടുണ്ട്, ഇവിടെയും ഡയറക്ഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് സോളിഡ് ലൈനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരല്പം നിരക്കി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വെക്കണം. ഒന്നും കൂടി പറയാം, സോളിഡ് ലൈൻ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തപ്പോൾ അതിൻ്റെ പാത്താണ്, ഇലക്ട്രോണിൻ്റെ പാത്താണ്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യാത്തപ്പോൾ ഇലക്ട്രോണിൻ്റെ പാത്ത് നമ്മൾ സോളിഡ് ലൈൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ ഇലക്ട്രോണുകൾ നിരങ്ങി നീങ്ങും, ഡ്രിഫ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ സോളിഡ് ലൈൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ഇമാജിൻ ചെയ്യുക. എന്ത് ചെയ്യണം? ഒരല്പം ഡ്രിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കണം, ഒരല്പം നിരക്കി അങ്ങോട്ട് വെക്കണം. ഈ ഡോട്ടഡ് ലൈനാണ് ഇലക്ട്രോണിൻ്റെ പാത്ത്. എപ്പോൾ? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഇവിടെ വിത്തൗട്ട് ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് സോളിഡ് ലൈനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വിത്ത് ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് ഡോട്ടഡ് ലൈനെയും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു കൺക്ലൂഷൻ കൂടി എഴുതിയിട്ടുണ്ട്, താഴെ നോക്കാം. ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് there is a slow and steady drift of an electron in the opposite direction of applied electric field. അതായത് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് സംഭവിക്കും?
സ്ലോ ആൻഡ് സ്റ്റഡി, വളരെ പതുക്കെ എന്നാൽ വളരെ ക്രമമായി ഇലക്ട്രോണുകൾ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടും. ഇതാണ് ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ്.